സുഹൃത്തുക്കളെ, മേയർ ആര്യ രാജേന്ദ്രൻ എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു എന്ന വിവരം ഞാൻ ഏകദേശം ആ സ്റ്റോറി ചെയ്തതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. കൈരളി ചാനൽ സാധാരണഗതിയിൽ ഞാൻ കാണാത്തൊരു ചാനലാണ്. കൈരളി ചാനലിൽ വന്ന എനിക്കെതിരെ കേസ് കൊടുത്തു എന്ന വാർത്തയുടെ ലിങ്ക് എനിക്ക് ചില സുഹൃത്തുക്കളാണ്, മാധ്യമരംഗത്തുള്ള ചില സുഹൃത്തുക്കളാണ് അയച്ചു തന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കൊന്നും നീങ്ങിയിരുന്നില്ല. ഇന്ന് എന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു, ഉദ്യോഗസ്ഥൻ വിളിച്ചു സംസാരിച്ചു. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അറിയിപ്പ് കിട്ടിയപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലാണുള്ളത്, അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ 10 മണിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഒരു കൺവിൻസ്ഡ് ആയി തോന്നുന്നു അടുത്ത ദിവസം പോകണം. എന്തായിരുന്നാലും ഞാൻ ഈ വാർത്ത ചെയ്തതും അങ്ങനെ സ്റ്റോറി ചെയ്തതും എന്റെ പേജ് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള പേജല്ല, അതിൽ നിന്ന് റവന്യൂ കിട്ടിയിട്ടല്ല, മറിച്ച് പൊതു താല്പര്യാർത്ഥമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നത്. ചിലപ്പോൾ പ്രതികരണത്തിന്റെ രീതി അല്പം മൂർച്ച കൂടിപ്പോകും. വൈകാരികമായ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ആ വൈകാരികത നമ്മുടെ വാക്കുകളിലുണ്ടാവും. നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തു വരും, കാര്യങ്ങൾ പറഞ്ഞു വരും. കാരണം ഇവർക്കൊക്കെ എന്തും ആവാം. അത് ഇവർ ചെയ്ത തെറ്റിനെ ഇവർ ന്യായീകരിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ നേരെ കുതിര കയറുക. ആ തെറ്റിനെ വിമർശിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുക. അതിനകത്ത് പല രീതിയിലുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങൾ ഈ ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിയമങ്ങൾ, ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുന്നതിനും ബാക്കിയുള്ളതിനും ഒക്കെ എതിരായിട്ട് സാമൂഹികമായ സതുദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന നിയമങ്ങൾ പലരും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചപ്പോൾ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കേസ് കയറിയിട്ട് കടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോയിട്ട് അവർക്കായിരിക്കും കിട്ടുന്ന മഞ്ചേരി എൻ എസ് കോളേജിൽ, കാരണം SFIK ആണ് മെജോറിറ്റി ഉള്ളത്. അപ്പം ഈ അടി കിട്ടിയവർ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ഇവരെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്നത് പലപ്പോഴും നിങ്ങൾ കൊടുത്ത കേസിൽ ഞങ്ങൾ സ്റ്റേഷൻ ജാമ്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങും എന്നും, പകരം ഞങ്ങൾ ഈ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ടുപോയി ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യിപ്പിച്ച് കേസ് കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ത്രെട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും കേസുകൾ ഫേസ് ചെയ്യുകയും പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ പോയാലും പോലീസ് വന്ന് FIR എടുക്കുമ്പോൾ അപ്പം FIR ഇടുമ്പോഴേക്കും ഇവരെ മൊഴി എടുക്കുമ്പോഴേക്കും ഇവർ മാറ്റി പറയുകയും ഡിസ്ചാർജ് വാങ്ങി പോരുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി പലപ്പോഴും മഞ്ചേരി എൻ എസ് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ അനുഭവങ്ങളുണ്ട്. അപ്പം ഈ രീതിയിൽ ഇത് ദുരുപയോഗപ്പെടുത്തുന്ന മറ്റൊന്ന് സ്ത്രീപക്ഷ നിയമങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. 5 പൈസ സ്ത്രീധനം മേടിക്കാതെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകൾ പോലും അവസാനം പറയും ഇത്ര രൂപ സ്ത്രീധനം മേടിച്ചു, അങ്ങനെ മേടിച്ചു, ഇങ്ങനെ മേടിച്ചു, അമ്മായിയമ്മ വർദ്ധിച്ചു, കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നൊക്കെ പറയും. വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും. പക്ഷേ വക്കീലന്മാർ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസിന് ബലം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രീതിയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ അവർ കൊടുക്കുന്ന ഏതൊക്കെ വകുപ്പുകളാണ് ചാർത്തതെന്നൊന്നും അറിയില്ല. വീണ്ടും ഞാൻ പറയുന്നു, എന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്തല്ല. ഞാൻ അവരെയൊന്നും ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ഡ്രൈവറെയും കണ്ടിട്ടില്ല, മേയറെയും കണ്ടിട്ടില്ല, മേയറെ ഹസ്ബൻഡിനെയും കണ്ടിട്ടില്ല, ഇവരെ ആരെയും കണ്ടിട്ടില്ല, ഇവരുമായിട്ടൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പണം മേടിച്ചിട്ടുള്ള ന്യൂസ് ചെയ്യാറില്ല, അങ്ങനെയുള്ള സ്റ്റോറികൾ ചെയ്യാറില്ല. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന വിഷയങ്ങൾ, അതിന് എന്റെ അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ചിലത് വൈകാരികമായ വിഷയങ്ങൾക്കകത്ത് വൈകാരികമായി തന്നെ പ്രതികരിക്കും. നമ്മൾ മനുഷ്യനാണല്ലോ, നമ്മൾ ചിന്തിക്കുന്ന ഒരാളല്ലേ. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളുടെ വേദന ഉണ്ടാവും, ചിലതിൽ പ്രതിഷേധം ഉണ്ടാവും, ചിലതിൽ സന്തോഷം ഉണ്ടാവും. അതും അതേപോലെ പ്രകടിപ്പിക്കാറുണ്ട്. ചില ആളുകളെ കുറിച്ച് ഗുണങ്ങൾ പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ KN ഖാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷാഫി ജാലിയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നല്ല രീതിയിലാണ് പറഞ്ഞത്. CH മുഹമ്മദ് കുറിച്ച് പറഞ്ഞത് നല്ല രീതിയിലാണ് പറഞ്ഞത്. പാലോളി മുഹമ്മദ് കുട്ടിയെക്കുറിച്ചും EK ബിജുബാബയെ കുറിച്ചും ഇപ്പോഴത്തെ K രാധാകൃഷ്ണനെ കുറിച്ചും ഒക്കെ ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം തന്നെ കോൺഗ്രസിലും തന്നെ പലരെ കുറിച്ചും, പി.ടി. തോമസിനെയും അന്തരിച്ചുപോയ പി.ടി. തോമസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പി.ടി. തോമസിന്റെ മകൻ വിഷ്ണുയോട് ചോദിച്ചാൽ മതി. 2014 ഞാൻ അദ്ദേഹമായിട്ട് ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് വിഷ്ണുവിന്റെ അദ്ദേഹം വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ഡോക്ടർ വിഷ്ണുവിന്റെ മകന്റെ ഫോണിലാണ് വാട്സപ്പിൽ പലപ്പോഴും പല സ്റ്റോറികളൊക്കെ കാണാറുള്ള, അഭിപ്രായം പറയാറുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന, നല്ലതെന്ന് തോന്നുന്ന ആളുകളെ കുറിച്ച് നല്ലത് തന്നെ പറയാറുണ്ട്. പക്ഷെ അങ്ങേയറ്റത്ത് അഹങ്കാരം കാണിക്കുകയും ധാർഷ്ട്യം കാണിക്കുകയും രാഷ്ട്രീയത്തെ ഉപജീവന മാർഗമാക്കി കാണുകയും നാട്ടുകാരുടെ മേലെ കുതിര കയറുകയും അക്രമ രാഷ്ട്രീയത്തിന്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരോട് ഒരു കാലത്തും ഏത് ജയിലിൽ പോയാലും ശരി സന്ധി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായിരുന്നാലും ഇതിന്റെ നിയമപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, കാരണം അതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള തലത്തിലേക്കൊക്കെ പോയി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമുണ്ട്, നമ്മളിതിന് ഒരു വലിയൊരു സമരായുധമായിട്ട് തന്നെ മാറ്റും. ആ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത് എന്നുള്ളത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകും. അപ്പം എന്തായിരുന്നാലും സുഹൃത്തുക്കളുടെ, പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഘട്ടത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും കൂടെ നിൽക്കാൻ, മാനസികമായും അല്ലെങ്കിൽ ബാക്കി സാമ്പത്തികമായും ഒക്കെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. എന്റെ നമ്പർ ഈ ഫേസ്ബുക്ക് പേജിലുണ്ട്.
അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. എന്തായിരുന്നാലും എല്ലാവരോടും ഈ വിഷയം അറിയിക്കുന്നു. കൂടെ ഉണ്ടാവുന്നവർ കൂടെ ഉണ്ടാവുക, അപ്പുറത്ത് നിൽക്കേണ്ടവർക്ക് അപ്പുറത്ത് നിൽക്കാം, എതിർക്കേണ്ടവർക്ക് എതിർക്കാം, ഒക്കെ ചെയ്യാം. ഇതൊക്കെ പിന്നെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ഫോണിനകത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ നമുക്ക് പിന്നെ എപ്പോഴും പൂച്ചണ്ട് കിട്ടുന്നോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പിന്നെ ഈ പൊന്നാട എണീക്കുന്നതും പ്രതീക്ഷിച്ചിട്ടല്ല നിൽക്കുന്നത്. അതിലേറെ കല്ലേറുണ്ടാവും, പിന്നെ അക്രമങ്ങളുണ്ടാവും, പല രീതിയിലുള്ള കായികമായിട്ടുള്ള അക്രമങ്ങളെ വരെ നേരിടേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇത് പിന്നെ പ്രതീക്ഷ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ വേറെ ടെൻഷനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബന്ധപ്പെട്ട ആളുകളുമായി, നിയമ രംഗത്തുള്ള ആളുകളുമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും, അടുത്ത ദിവസം അവിടെ പോകും. അപ്പോൾ ബാക്കി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായിരുന്നാലും നിങ്ങളിൽ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ അവർ അറിയിക്കുക. ഞാനിതിന്റെ ഫസ്റ്റ് പിന്നെ ഞാനിതിൽ തന്നെ കമന്റ് ആയിട്ട് എന്റെ നമ്പർ, പിന്നെ എന്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഇടുന്നതാണ്. കാരണം ഇതിലുള്ള ഫേസ്ബുക്കിലുള്ള ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും, അല്ലെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്താലും മതി. നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക. ബാക്കി നിങ്ങളുടെ കമന്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചീത്ത വിളിക്കുന്നവർ ചീത്ത വിളിച്ചു. പിന്നെ ഏതോ ഒരു ചങ്ങായി അതിനകത്ത് എഴുതിയിരിക്കുന്നു, താൻ ഫേമസ് ആകാനല്ലേ കൊച്ചു പെൺകുട്ടിയെ ചീത്ത വിളിച്ചത്. പെൺകുട്ടി കൊച്ചാണോ വെച്ചാൽ വലുതാണോ എന്നുള്ളതല്ല. ഒരു കുടുംബം നോക്കാൻ വേണ്ടി പോകുന്ന ആളുടെ മുമ്പിൽ പച്ച നോണയും പറയുക. അവിടെ സിഗ്നലായിരുന്നു. സിഗ്നൽ അല്ല എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമാണ്. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സിഗ്നൽ അല്ല എന്നുള്ളത്, റെഡ് സിഗ്നൽ അല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സിഗ്നലിനടുത്ത്, റെഡ് സിഗ്നലിനടുത്ത് എങ്ങനെയാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ? 2, കാറിന് കുറുകെ ഇട്ടിട്ടില്ല, ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് നിർത്തിയതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓവർടേക്ക് ചെയ്തതിൽ കൂടെ ഇടതുവശത്തും കൂടെ നിയമം പിന്നെ പ്രാഥമികമായി റോഡിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളും ട്രാഫിക് നിയമങ്ങളും അറിയാത്തവരാണെങ്കിൽ കാർ ഓടിച്ചവരും അതിനകത്തിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ജനപ്രതിനിധികളും ആലോചിച്ച് നോക്കൂ. ഇവർ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേര് തന്നെ വിളവ് തിന്നാണെങ്കിൽ മറ്റുള്ളവർ നിയമം തെറ്റിക്കുന്നതിന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റുക? അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ എന്റെ വായിൽ കിട്ടുന്നില്ല. ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് അനന്തമാണ് എന്റെ പിന്നെ ആ ലേഖനത്തിന്റെ പേര്. അതായത് പിന്നെ ഒരു വൃത്തിയായ സ്ത്രീ റോഡിന്റെ നടുക്കൂടെ നടക്കുമ്പോൾ അവരോട് ആരോ ഉപദേശിക്കുകയാണ്, നിങ്ങൾ റോഡിന്റെ നടുക്കൂടെ നടക്കരുത്, അത് പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്നോട് ഇവർ പറയുകയാണ്, ഞാനും കൂടി ടാക്സ് കൊടുക്കുന്നതാണ്, ഞാനും രാജ്യത്തെ പൗരയാണ്, എനിക്ക് റോഡിന്റെ നടുക്കൂടെ നടക്കാൻ അവകാശമുണ്ട് എന്ന് പറയുക. അപ്പോഴാണ് ഈ അവകാശങ്ങളെക്കുറിച്ച്, പിന്നെ വ്യക്തിപരമായ പിന്നെ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് അതിനകത്ത് ലേഖനത്തിൽ തുറന്നു പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത്, ഈ ഒരു ക്യാബ് ഡ്രൈവർക്ക്, ഇവർക്ക് റോഡിന്റെ നടുക്കൂടെ നടക്കാൻ അവകാശം ഉണ്ടെങ്കിൽ അതേപോലെ ഒരു ക്യാബ് ഡ്രൈവർ പറയാണ് ഞാനും ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാത്വേയിലൂടെ, ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചാൽ എങ്ങനെയുണ്ടാവും? അതിന് സോഷ്യൽ അനാർക്കിയ വരിക, സാമൂഹ്യമായിട്ടൊരു അരാജകത്വ അവസ്ഥയിലേക്ക് പോകും. ഇവർ ഇടത് വശത്തൂടെ കയറിയിട്ട് പിന്നെ ക്രോസ് ചെയ്യുക, 1 തെറ്റ്. 2, സീബ്ര ലൈനിൽ നിർത്തുക, അത് തെറ്റ്, അവിടെ ബ്ലോക്ക് ആക്കുക, ആൾക്കാർക്ക് നടന്നു പിന്നെ ക്രോസ് ചെയ്യേണ്ട സ്ഥലമാണ്, അത് തെറ്റിച്ചു. 3, വണ്ടി ബ്ലോക്ക് ചെയ്തിടുക, മുമ്പിൽ കയറിയിട്ട് വിലങ്ങനെ ഇടുക, 3ാമത്തെ തെറ്റ്. 4, ഫുട്പാത്തിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളൂ പറഞ്ഞു, പച്ചമോളയല്ലേ പറഞ്ഞേ, ബസ്സിനുള്ളിൽ കയറി എന്നുള്ളതാണ് റിപ്പോർട്ട്. ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് ആ യാത്രക്കാരെ ഇറക്കി വിടുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം തെറ്റല്ലേ? ഇത്ര പിന്നെ ട്രാഫിക് വയലേഷൻ്റെ എത്ര വലിയ ക്രൈമുകൾ ചെയ്തിട്ടുണ്ട്, സമയവിരുദ്ധതയല്ലേ ഇത്? അതുകൊണ്ടാണ് ആ വിഷയം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പിന്നെ പറയേണ്ടി വരുന്നത് നമുക്ക്. എന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. റെഡ് സിഗ്നലിലായിരുന്നു, ഞങ്ങൾ വണ്ടി വിലങ്ങനെ ഇട്ടിട്ടില്ല, ഞങ്ങൾ ഫുട്പാത്തിൽ നിന്നിട്ടുള്ളൂ, ഇതൊക്കെ പറയുക. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ സ്വന്തം കണ്ണുകൊണ്ട് ലോകത്തെ കാണുകയും സ്വന്തം തലകൊണ്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്ന രീതിയിൽ അത് സ്വന്തം നാക്കുകൊണ്ട് വിളിച്ചു പറയാൻ തോന്നിപ്പോകും ചില സമയത്ത്. അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ പറയാൻ ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ശരി, ഈ വിഷയങ്ങൾ ഇങ്ങനെയാണ്. ബാക്കി നിങ്ങൾ എല്ലാവരും ഗുണം നിൽക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. തെരുവിളിയും ചീത്തവിളിയൊക്കെ ഒരുപാട് ഇതിന്റെ അടിയിൽ വരും, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. 10 പേരെങ്കിൽ 10 പേര് കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടിയിട്ട് വെക്കുന്നു. ബാക്കി വിവരങ്ങൾ പിന്നീട് പറയാം. നിങ്ങൾ വാട്സപ്പിൽ പിന്നെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ കമന്റ് ഇടാം. ഓക്കെ, ശരി സുഹൃത്തുക്കളെ.